ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്കറിയാം, നമ്മൾ ഇതുവരേക്കും പണം കൈമാറുന്നതിനും അതേപോലെ സ്വീകരിക്കുന്നതിനും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഗൂഗിൾ പേ, ഫോൺ പേ അല്ലെങ്കിൽ പേടിഎം, ആമസോൺ പേ തുടങ്ങിയ ആപ്പുകളായിരുന്നു. ഈ പറഞ്ഞ ആപ്പുകളെല്ലാം UPI പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന ആപ്പുകളാണ്. ഇപ്പോൾ വാട്സപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം നമുക്ക് വാട്സപ്പിലൂടെയും പണം കൈമാറുന്നതിനും അതേപോലെ തന്നെ പണം സ്വീകരിക്കുന്നതിനും അതേപോലെ അയക്കുന്നതിനും സാധിക്കും. ഇപ്പോൾ ഇതുവരേക്കും വാട്സപ്പിന് ഈ ഒരു അനുമതി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ ഒഫീഷ്യലായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അനുമതിയോടുകൂടി ഇന്നു മുതൽ വാട്സപ്പിൽ നമുക്ക് പൈസ അയക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണോ നമ്മൾ ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ഒക്കെ പണം അയക്കുന്നത്, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് പണം അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് എങ്ങനെയാണ് നമ്മുടെ വാട്സപ്പിൽ ഈ ഒരു പേയ്മെൻറ്റ് സംവിധാനം സെറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ ഡെബിറ്റ് കാർഡും ഉണ്ടായിരിക്കണം. അതായത് ബാങ്ക് അക്കൗണ്ടും ATM കാർഡും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ, നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വാട്സപ്പിൽ നിങ്ങൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേ വഴിയൊക്കെ പൈസ അയക്കേണ്ടതായിട്ടില്ല. അതായത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വാട്സപ്പ് വഴിയും പണം അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. നിലവിൽ വാട്സപ്പ് ഏകദേശം 5ഓളം ബാങ്കുകളുമായിട്ട് ഇതിനായിട്ട് ധാരണയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും വാട്സപ്പിന് ഈ ഒരു UPI പേയ്മെൻറ്റ് സംവിധാനത്തിൻ്റെ ഫെസിലിറ്റി നൽകുന്നത് HDFC, ICICI ബാങ്ക്, അതേപോലെ SBI, ആക്സിസ് ബാങ്ക്, ജിയോ പേയ്മെൻറ്റ് ബാങ്ക് തുടങ്ങിയ 5ഓളം ബാങ്കുകളാണ്. അപ്പോൾ നിലവിൽ ഏകദേശം 2 കോടിയിലധികം ആളുകൾക്ക് ഈ ഒരു UPI സംവിധാനം ഒരുക്കുന്നതിന് വാട്സപ്പിന് അനുമതിയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് പണം അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് വാട്സപ്പിൽ സെറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ക്വിക്കായിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പരിശോധിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മളിത് വാട്സപ്പിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സെൻഡ് ആൻഡ് റിസീവ് മണി വെറെവർ യു വാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വളരെ സേഫ് ആയിട്ടുകൊണ്ട് തന്നെ നമുക്ക് പൈസ അയക്കാനായിട്ട് സാധിക്കും. വളരെ സേഫ്റ്റിയോടുകൂടി പണം അയക്കാമെന്നാണ് വാട്സപ്പ് പറയുന്നത്. പിന്നെ നേരത്തെ നമുക്ക് ഗൂഗിൾ പേയിലും ഫോൺ പേയിലൊക്കെ കിട്ടുന്നത് പോലെ തന്നെ റിവാർഡ്സും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുമോ ഇല്ല എന്നുള്ളതൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ റിവാർഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആക്സിസ് ബാങ്ക്, HDFC, ICICI ബാങ്ക് തുടങ്ങിയ SBI ഉണ്ട്, അതേപോലെ ജിയോ പേയ്മെൻറ്റ് ബാങ്കും ഉണ്ട്. ഈ ഒരു ബാങ്കുകളാണ് വാട്സപ്പിന് ഈ പറഞ്ഞ UPI സംവിധാനം നൽകുന്നത്. അപ്പോൾ ഇനി എങ്ങനെ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. അതിനായിട്ട് നമ്മൾ ഇവിടെ സെറ്റപ്പ് നൗ എന്നതിലാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് വഴി തന്നെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഇൻ്റർഫേസ് ഇതേപോലെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഏറ്റവും മുകളിൽ ചെന്നാൽ നമ്മുടെ ആ ഒരു റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ടിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് പേയ്മെൻറ്റ് എന്ന് കാണാനായിട്ട് പറ്റും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് വരിക, കാരണം ഞാൻ ഓൾറെഡി ഇതിൽ അക്കൗണ്ടൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സുഹൃത്തിന് എങ്ങനെ നമുക്ക് പൈസ അയക്കാൻ പറ്റും നോക്കാം. അതിനായിട്ട് ഇപ്പോൾ ഞാനൊരു സുഹൃത്തിൻ്റെ നമ്പർ എടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതുവഴി ഈ താഴെ നമുക്ക് കാണാം, നമ്മൾ സാധാരണ ഫോട്ടോസും വീഡിയോസൊക്കെ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിതിൽ പേയ്മെൻറ്റ് എന്ന് കാണാം, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് ഈ വാട്സപ്പ് അതായത് വാട്സപ്പ് അല്ല, UPI പ്ലാറ്റ്ഫോമുകളിലുള്ള എല്ലാ ബാങ്കിൻ്റെയും പേര് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണ നമ്മൾ ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ഒക്കെ നമ്മൾ ഇതേപോലെ നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്യാറാണ് പതിവ്. ഇതേപോലെ എല്ലാ ബാങ്കിൻ്റെയും പേര് കാണാം. ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ പേരില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് പേ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതായത് പല ആളുകൾക്കും സഹകരണ ബാങ്കുകളിലൊക്കെയാണ് അക്കൗണ്ട് ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൻ്റെ പേരുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഇതിലൊന്ന് പരിശോധിക്കുക. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എവിടെയാണോ ആ ഒരു ബാങ്കിൻ്റെ പേര് ഇതിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ബാങ്കുകളും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ IPPB ബാങ്കൊക്കെ ഇതിലുണ്ട്, ഇന്ത്യ പോസ്റ്റിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ ചില സഹകരണ ബാങ്കുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു അക്കൗണ്ട് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് അക്കൗണ്ട് ഉള്ളത് HDFC ബാങ്കിലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ HDFC ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ ബാങ്കുമായിട്ട് ഒന്ന് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിൻഡോയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇത് വെരിഫൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഗെറ്റിംഗ് ബാങ്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതിൽ കാണാം. ഇത് യൂഷ്വൽ പ്രോസസ്സാണ്. നിങ്ങൾ ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനതിൽ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. വളരെ ഈസി പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ, എൻ്റെ സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാരണം ഞാൻ ഓൾറെഡി ഇതിൽ ഈ പറഞ്ഞ
നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഇതിൽ അക്കൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്തുകൊണ്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് തന്നെയാണ് വീണ്ടും ചെന്നത്. അപ്പോൾ ഞാൻ പുതുതായിട്ട് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത് കാനറ ബാങ്കിലാണ്. അപ്പോൾ നമ്മൾ കാനറ ബാങ്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫോൺ പേയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇതേപോലെ ഡിസ്പ്ലേ ആയിട്ട് വരും. അതിനുശേഷം നമ്മുടെ കാർഡ് ഡീറ്റെയിൽസൊക്കെ ഇതിൽ എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എൻ്റെ കാനറ ബാങ്ക് അക്കൗണ്ട് ഫെച്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബാങ്ക് അക്കൗണ്ട് ഇതേപോലെ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അക്കൗണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ എത്ര ബാങ്ക് അക്കൗണ്ടുകളും ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഇതിൽ നിങ്ങളുടെ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. ഈ പറഞ്ഞ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഡയറക്റ്റായിട്ട് ആഡായിട്ട് കിട്ടാനുള്ള കാരണം ഒരുപക്ഷെ ഇത് UPI പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി ഇത് രജിസ്റ്റേർഡ് ആണ്. ഈ പറഞ്ഞ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം, അതായത് നമ്മൾ നേരത്തെ ഫോൺ പേയിലും പിന്നെ ആമസോൺ പേയിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ടായിരിക്കും ഇത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ആഡായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ Paytm പേയ്മെൻറ്റ് ബാങ്ക് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇതേപോലെ ഫെച്ചായിട്ട് വരും. അതിനുശേഷം നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ മതി. അവസാന 6 അക്ക നമ്പർ, ATM കാർഡിലുള്ള അവസാന 6 അക്ക നമ്പർ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കാർഡിൻ്റെ എക്സ്പയറി ഇയറും എക്സ്പയറി മന്തും നമ്മളിതിൽ കൊടുക്കുക. ഇത്രയും പ്രൊസീജിയറാണ് നമ്മളിതിൽ ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ബാങ്ക് അക്കൗണ്ട് ഇതിലേക്ക് വളരെ ഈസി ആയിട്ട് ആഡായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ പറഞ്ഞ ബാങ്കുകളെല്ലാം ആഡ് ആയതുകൊണ്ട് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ആഡായിട്ട് വരികയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ള ഡീറ്റെയിൽസ്. പിന്നെ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെയാണ് പൈസ അയക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ന്യൂ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു വിൻഡോ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ന്യൂ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്തോടുകൂടി നമുക്ക് ആർക്കാണോ പൈസ അയക്കേണ്ടത് അവരുടെ ലിസ്റ്റ് നമുക്ക് കാണാം. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടാവും. നമ്മുടെ വാട്സപ്പിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച നമ്പേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതേപോലെ കാണാം. അവർ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അവരുടെ പേര് സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് പൈസ അയക്കാം. അവർ വാട്സപ്പ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവരെ ഇൻവൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വിൻഡോ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു കോൺടാക്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതിൽ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതോടുകൂടി ഈ പറഞ്ഞ ആൾ വാട്സപ്പ് പേ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിൻഡോ വന്നത്. അപ്പോൾ ഇയാൾക്കൊരു പേയ്മെൻറ്റ് അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഈ വാട്സപ്പ് പേ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, വാട്സപ്പ് പേ ഉപയോഗിക്കാത്ത ആളുകൾക്കും നമുക്ക് പണം അയക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ കാണാം സെൻഡ് ടു എ UPI ID എന്ന് കാണാം. ഇപ്പോൾ നമുക്ക് UPI ID കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്ത് ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ മാത്രമായിരിക്കും. അപ്പോൾ ആൾക്കും നമുക്ക് പൈസ അയക്കാം. അയാളുടെ UPI ID മാത്രം കിട്ടിയാൽ മതി. ആ UPI ID കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പണം അയക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു UPI ID ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു UPI ID കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ സുഹൃത്ത് ഗൂഗിൾ പേ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആളുടെ ഗൂഗിൾ പേയിലുള്ള ഒരു ഗൂഗിൾ പേ ആയാലും ഫോൺ പേ ആയാലും അവർക്ക് UPI ID ഉണ്ടാവും. ആ ഒരു UPI ID കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിവിടെ വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഒരു ID വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ID എൻ്റെ ഫോൺ പേയിലുള്ള എൻ്റെ തന്നെ UPI ID ആണ്. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ വരും. ഇവിടെ നമ്മൾക്ക് എത്രയാണോ എമൗണ്ട് അയക്കേണ്ടത് ആ എമൗണ്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ 1 രൂപ എന്ന് അയച്ചു നോക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഓക്കെ പ്രസ് ചെയ്താൽ മതി. മാത്രമല്ല നമുക്ക് ഏറ്റവും മുകളിൽ കാണാം, ഇപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് പേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, മറ്റൊന്ന് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പേ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പേ ചെയ്യാനാണ്. ഇനി ആളിൽ നിന്ന് പൈസ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ഓപ്ഷൻ എടുത്താലും മതി. അപ്പോൾ നമ്മളിവിടെ 1 രൂപ ഒന്ന് പേ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് UPI പിന്ന് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ UPI പിന്ന് നൽകേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ UPI പിന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് UPI പിന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് UPI പിൻ അറിയില്ലെങ്കിൽ ഡോണ്ട് നോ യുവർ UPI പിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് വെരിഫൈ ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ വിൻഡോയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാർഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. നമ്മുടെ ATM കാർഡിലുള്ള ATM കാർഡിന് മുൻവശത്തുള്ള 16 അക്ക നമ്പറിൽ അവസാനത്തെ 6 അക്ക നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിന് താഴെയായിട്ട് എക്സ്പയറി ഡേറ്റും എക്സ്പയറി മന്തും എക്സ്പയറി ഇയറും നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു UPI പിന്ന് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇതിൽ ഈ പറഞ്ഞ 6 അക്ക നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വിൻഡോയിൽ നമുക്ക് UPI പിന്ന് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഒരു OTP വെരിഫിക്കേഷന് ശേഷം. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇതിൻ്റെ UPI പിൻ അറിയാം. അതുകൊണ്ട് തന്നെ ഞാനിത് UPI പിൻ എൻ്റർ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞാൻ ഈ വിൻഡോയിൽ UPI പിൻ എൻ്റർ ചെയ്യാണ്.
അപ്പോൾ നമ്മൾ 𝗙𝗵𝗐 കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പൈസ ഡിഡക്റ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അയച്ച പൈസ ആളുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആളുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ മറ്റൊരു അക്കൗണ്ടാണ്, അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വാട്സപ്പ് വഴി പൈസ അയക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, നമുക്ക് പല ഷോപ്പുകളിലൊക്കെ നമ്മൾ ഷോപ്പിങ്ങിന് പോകാറുണ്ട്. അവിടെ നമുക്ക് ഈ പറഞ്ഞ വാട്സപ്പിലൂടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് സ്കാൻ QR കോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് സ്കാൻ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ഗൂഗിൾ പേ, അതേപോലെ ഫോൺ പേ, ഇത്തരത്തിലുള്ള എല്ലാ ആപ്പുകളിലും കിട്ടുന്ന രീതിയിൽ നമുക്കിതിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. വളരെ ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. വളരെ സേഫ് ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് മെത്തേഡ് കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് പേയ്മെൻറ്റ് ഇനി നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇതിലൂടെ നിങ്ങൾക്ക് പൈസ അയക്കാനും അതേപോലെ സ്വീകരിക്കാനും സാധിക്കും. അപ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് മെത്തേഡ് കൂടിയാണ്. ഇന്നാണ് ഈ ഒരു സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പെർമിഷനോട് കൂടി ഇന്നാണ് ഇത് ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇത് ലോഞ്ച് ആയിരുന്നു, അതായത് ഒരു ടെസ്റ്റിംഗ് പീരീഡിലായിരുന്നു. അപ്പോൾ ഇത് ഇന്ന് മുതൽ വൈഡായിട്ട് എല്ലാവർക്കും ഇത് കിട്ടും. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ഇത് ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നിങ്ങളൊന്ന് ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക. ഇത് iOS-ലും ലഭ്യമാണ്, അതേപോലെ തന്നെ ആൻഡ്രോയിഡും ലഭ്യമാണ്. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പിൽ ഈ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ ഇല്ലെങ്കിൽ ജസ്റ്റ് ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വാട്സപ്പ് പേ ഇന്ന് മുതൽ ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വിജ്ഞാനപ്രദമായ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.